എന്താടി കാണിക്കുന്നത്? പിന്നെ എത്ര നേരം വിളിക്കുന്നത്? ഇതെന്താ സോഫയിൽ കിടക്കണേ? രാത്രി ഇവിടെ വന്ന് കിടന്നേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 3 പേരും കൂടെ ബെഡിൽ ചവിട്ടി താഴെ ഇട്ടിട്ട് ഞാൻ പിന്നെ അവിടെ ചെന്ന് കിടക്കാനാ? അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ബെഡും താഴെ വീണു? പിന്നെ വീഴാണ്ട്. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ കിടക്കുമ്പോൾ കുറച്ച് നീ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണമെന്ന്. എന്നിട്ട് കുഞ്ഞുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. അതിന് എന്തിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണത്? ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, 2 പിള്ളേരായി, ഇനി ആ കട്ടിലും ബെഡൊക്കെ മാറണം, അത് വളരെ ചെറുതാണെന്നുള്ളത്. 6x6 ഒരു ബെഡും കട്ടിലും വാങ്ങിയ ഈ പ്രശ്നം തീരില്ലേ? ഇത് എന്നും രാത്രി തലത്ത് ഉരുണ്ട് താഴെ വീഴും, എന്നിട്ട് ഇവിടെ സോഫയിൽ വന്ന് കിടക്കും. ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? എടി അതിന്റെ ആവശ്യമൊന്നുമില്ല. ജീവിതമാകുമ്പോഴേ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ജീവിക്കാൻ പഠിക്കണം. അല്ലാണ്ട് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു കട്ടിലാന്ന് വിചാരിക്കും. നിനക്ക് ആ മൂലയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോടെ? അതിന്റെ തൊട്ടടുത്ത് മോൾ ഇവിടെ കിടക്കട്ടെ. പിന്നെ സ്ഥലം ഇഷ്ടം പോലെ. ഇവിടെ മോൻ കിടക്കും, പിന്നെ ഞാനോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാ പോരെ? ഇതിന് വേണ്ടിയിട്ട് വലിയ കട്ടിലും കിടക്കുക വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാരും ഇങ്ങനെ കുറച്ച് സ്പേസ് എടുത്ത് കിടക്കാൻ പഠിക്കേ. അല്ലാണ്ട് നീ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കാന്നുണ്ടെങ്കിൽ ആർക്കും കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഒരുമയുണ്ടെങ്കിലേ ഒലക്കമേലും കിടക്കാന്നല്ലേ ചൊല്ല്. അങ്ങനെ വേണം നമ്മൾ. എന്ത് തൊട്ടാലും പിടിച്ചാലും ഈ അഡ്ജസ്റ്റ്മെന്റ് ഇത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. കല്യാണം കഴിഞ്ഞ അന്ന് പോലും കേൾക്കാൻ തുടങ്ങിയ ഞാൻ ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം. ഇപ്പൊ 2 പിള്ളേരായി. നിങ്ങൾ പറയുന്ന പോലെ ഞെരുങ്ങി കിടക്കാന്ന് പിള്ളേരെ കൊണ്ട് പറ്റില്ല. എത്ര പറയാൻ മനസ്സിലാവില്ല. മനസ്സിലാവായിട്ടല്ല, എല്ലാ കുടുംബങ്ങളും ഏകദേശം ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. സാധാരണ ഭാര്യമാരാണ് ഭർത്താക്കന്മാരോട് പറയാ ഇത് വേണ്ട അത് വേണ്ട, തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ഇവിടെ നീ നേരെ തിരിച്ചാണല്ലോ. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? കട്ടിൽ ചെറുതാണ്, അത്രല്ലേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊന്നും വളർന്നവരെ ഞാൻ നിലത്ത് കിടന്നോളാം, തീർന്നല്ലോ പ്രശ്നം. അപ്പൊ കുട്ടികൾ വളർന്നു കഴിഞ്ഞാല് അപ്പോഴും നിങ്ങൾ നിലത്ത് തന്നെ കിടക്കുവോ? നീ ഇത് ഇത്ര വലിയ സംഭവമൊന്നും വേണ്ട. ജീവിതം എന്ന് പറഞ്ഞാലേ മൊത്തത്തിലൊരു വലിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് നീ ആദ്യം പഠിച്ച് മനസ്സിലാക്കുക. എനിക്കറിയാം നിങ്ങൾ ഇതേ പറയുള്ളൂ. നിങ്ങൾ സോഫയിലോ നിലത്ത് എവിടെയെങ്കിലും കിടക്കും. ഓ പിന്നെ കുറച്ചു കാലം മരത്തിന്റെ സോഫയിൽ കിടന്നപ്പോ എന്താ കുഴപ്പം? ചിലപ്പോ മേലും കുറേ ഞാൻ കാലും എനിക്കായിരിക്കും, അത്രല്ലേ ഉള്ളൂ. ഞാനവിടെ സഹിച്ചു. നിങ്ങൾ പോകാൻ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ പച്ചക്കറി വാങ്ങാൻ പോകാതിരുന്നത്. ഇതിപ്പോ ഇങ്ങനെ ചെയ്തിട്ട് വരുന്ന അറിയാമെങ്കിൽ ഇതിന് മേലെ ഞാൻ തന്നെ പോകായിരുന്നു. അതിനിപ്പോ എന്താ, നിനക്ക് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയല്ലോ, അതുപോലെ. കിട്ടി. ഒരു ക്യാരറ്റ്, ഒരു ബീറ്റ്റൂട്ട്, ഒരു വഴുതന, 3 തക്കാളി, 2 ഉള്ളി. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു സാമ്പാറിന് വേണ്ടതിനേക്കാൾ കൂടുതൽ പച്ചക്കറി അതിലില്ലേ? പിന്നെ അത് മാത്രമാണോ? ചിക്കനും തന്നിട്ടില്ലേ? വേറെ 1/2 കിലോ ചിക്കൻ അതിലുള്ളത്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ഇത്രയും പേർക്ക് കറി ഉണ്ടാക്കുക? അവർ 7 പേര് വരുന്നുണ്ട്. എടി നീ പറയുന്ന പോലെ ഒന്നല്ല, അവിടെ നിന്ന് ചെന്ന് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ വിവരം. ഇത് 2 ഉള്ളിയും 3 തക്കാളിക്ക് എത്ര രൂപ എന്നറിയോ? 450 രൂപയോളം വന്നു. പിന്നെ ചിക്കൻ വെറുതെ കിട്ടോ? അത് നമ്മുടെ കട ഫ്രീ ആയിട്ട് തരാൻ. പിന്നെ രാവിലെ നീ ആരോണ്ട് 400 രൂപ കുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചില്ലേ? ഞാൻ അവിടുന്ന് വരാൻ നേരത്തെ ആ കടയിൽ 50 രൂപ കടം പറഞ്ഞിട്ടാ വന്നത്. ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇത് കുറച്ച് മോശമായി പോയി. ഈ ഇത്തിരി കറിയും കൂട്ടിട്ട് എത്ര പേർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റും? 1/2 കിലോ ചിക്കനും കൊണ്ട് 7 പേർക്കുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റും. അതിനിടയ്ക്ക് നമ്മുടെ പിള്ളേർക്കും കൊടുക്കണ്ടേ? അവര് വന്നിട്ട് കുറച്ച് ചിക്കനോ എന്തെങ്കിലും കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നാണക്കേടായിരിക്കും. അവര് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ നീ ആ ടേബിളിലെടുത്ത് മാറാൻ നിൽക്കണ്ട. ഇതിപ്പോ അവരെടുത്ത് ഒഴിച്ച് കഴിക്കുമ്പോഴല്ലേ പ്രശ്നം വരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് വിളമ്പി കൊടുക്ക്. 2-3 പ്രാവശ്യം വിളമ്പി കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അവര് ചോദിക്കാൻ നിൽക്കില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളൂ. ഇനിയിപ്പോ നിനക്ക് തോന്നുകയാണ് കറി പോരാന്ന്, ഒരു കാര്യം ചെയ്തു, കുറച്ച് ചൂട് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് അതിൽ ഒഴുക്കി അങ്ങനെ കറി കൂട്ടാൻ നോക്ക്. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പറയണൊക്കെ വല്ല നടക്കുന്ന കാര്യമാണ്? അവർ ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ അടുത്ത് തന്നെ നോക്കിയിരിക്കാൻ പറ്റും നമുക്ക്? എന്നിട്ട് കുറച്ചായിട്ട് വിളമ്പി കൊടുക്കാനാ? ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാലേ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ 5000-6000 കയ്യിൽ വെച്ച് നടക്കുന്ന ഒരാളല്ല. ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ മാർക്കറ്റിലേക്ക് ഓടി ചെന്നിട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർ നേരത്തെ കാലത്ത് വിളിച്ച് പറയണമായിരുന്നു ഇങ്ങോട്ട് വരുന്ന കാര്യം. എന്നാ പിന്നെ അതിനനുസരിച്ച് ഒരുങ്ങുകൾ നമുക്ക് നടത്തായിരുന്നു. ഇതിപ്പോ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്നും തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? വീട്ടിൽ ആര് വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പറഞ്ഞു വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദ്യ ഉണ്ടാക്കുമായിരുന്നു. ഈ ഒരു നാരങ്ങ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? അവർക്ക് വെള്ളം കലക്കി കൊടുക്കണ്ടേ? അതിന് തന്നെ അവന് 7 രൂപ വാങ്ങിണ്ട്. പൈസന്റെ കണക്കൊക്കെ നിങ്ങൾ തൽക്കാലം വിടും. 7 രൂപ വാങ്ങിണ്ട് പോലും. ഈ ഒരു നാരങ്ങ ഒഴിച്ചാൽ എത്ര പേർക്ക് വെള്ളം കൊടുക്കും? നീ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ പോരെ? ആരറിയാനാ? നിങ്ങൾ മനുഷ്യനെ നാണം കെടുത്തി അടങ്ങും. ഇതിനേക്കാൾ നല്ലത് പച്ചവെള്ളം കൊടുക്കുന്നതാ. നീ എന്താ വരുന്നവർ അവമാനിക്കാൻ നോക്കുകയാണോ? ചൂട് സമയത്ത് അവർ ഇങ്ങോട്ട് വരുന്നത്. നാരങ്ങ വെള്ളം കൊടുക്കാന്നുള്ളതേ ഒരു ബേസിക് മര്യാദയാണ്. നീ എങ്ങനെയും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. നീ നോക്കി കണ്ടത് ചെയ്യട്ടോ.
എന്തെന്ന് കുറെ നേരമല്ലേ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് പോകണ്ടേ, 1/2 മണിക്കൂറായി ഇവിടെ തന്നെ. ആ അതൊരു കാര്യം ചെയ്തോ, നന്നായിട്ടൊന്ന് തള്ളിക്കോ, സ്റ്റാർട്ട് ആവുന്നില്ല. ബൈക്ക് തള്ളാനോ? അപ്പുറത്ത് ആൾക്കാരുണ്ട്, അവര് കണ്ട എന്താ വിചാരിക്കാ? ഈ നടു റോട്ടിൽ വെച്ചിട്ട് നമ്മൾ പൊരേക്കൂടലിന് പോവാണ്, അവിടെ ഉണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ. ഞാൻ ബൈക്ക് തള്ളിക്കൊണ്ട് അതുവരെ വരാനാ? നാട്ടുകാരുണ്ട് എന്ത് വിചാരിക്കുന്ന പറയുന്നുണ്ടെങ്കിലേ ഇവിടെ നിക്കലേ ഉണ്ടാവുള്ളൂ, ഒരു ഓട്ടോ പോലും കിട്ടില്ല. നീ ഒന്ന് തള്ളിത്താ, ഞാൻ എങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. നന്നായി. ഇനി എവിടേക്കും പോണം, നമുക്ക് രാത്രി വരെ ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ നിങ്ങളോട് വരുമ്പോഴേ പറഞ്ഞത് ഈ പന്ന ബൈക്ക് എടുക്കണ്ടെന്ന്. പന്ന ടാക്സിയും പിടിച്ച് വന്നാൽ പോരായിരുന്നു. എന്നാ പിന്നെ നമ്മൾ അവിടെ എത്തി. ഇതിപ്പോ നിങ്ങളുടെ അനിയൻ വെറുതെ ആ പോർച്ചില് ഒരു ഉപയോഗമില്ലാണ്ട് ഇട്ട ബൈക്കല്ലേ, അത് എടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇതൊക്കെ അല്ലേ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അവൻ അവിടെ നമ്മുടെ പോർച്ചിൽ വെറുതെ ഇട്ട ബൈക്ക് ഞാനൊന്ന് പൊടി തട്ടി റെഡിയാക്കി എടുത്തപ്പോൾ ശരിയായി. അതുകൊണ്ട് എന്താ, നമുക്ക് ഇവിടം വരെ വരാൻ പറ്റിയില്ലേ? അതെ, ഭർത്താവിന്റെ പരിമിതികൾ മനസ്സിലാക്കുന്നവളായിരിക്കണം ഉത്തമ ഭാര്യ എന്ന് പറയുന്നത്. അല്ലാണ്ട് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോഴത്തേനും ഫ്ലൈറ്റിൽ പോകണം, ടാക്സി പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവളായിരിക്കരുത്. അതാണ് ഉത്തമ ഭാര്യ. ഉത്തമ ഭാര്യ എന്നെ കൊണ്ട് മാറിപ്പിക്കരുത്. എന്റെ ഒരു ഫ്രണ്ടിനെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ അടുത്തൊരു വീട്ടിലാണ്. അവളെങ്ങനെ കണ്ട നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴേ മനസ്സിലായി നാണം കെടുത്താൻ വേണ്ടിട്ടാണ്. എടി നീ നിന്ന് പാചകം അടിക്കാണ്ട് തള്ളു. ആ കൂടെ 1 കിലോമീറ്റർ ഉള്ള അവിടേക്ക് തള്ളിക്കേ, ഉണങ്ങി മതി. സ്പീഡായിട്ട് തള്ളു, സ്റ്റാർട്ട് ആവണ്ടേ? തള്ളു. സ്റ്റാർട്ട് ആവോ? ഇപ്പൊ സ്റ്റാർട്ട് ആവും, കുറച്ചേരം തള്ളിയാ മതി. നല്ലതാ മോളെ, ഇങ്ങനത്തെ ഒന്ന് വാങ്ങാൻ വിചാരിച്ചിരിക്കായിരുന്നു ഞാന്. അത് നന്നായി കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവരാൻ പെട്ട പാട് എനിക്കേ അറിയും. എന്റെ അമ്മ ശരിക്കും ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും പറയാം. ഏട്ടന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഇല്ലേ, അത് കൂടി കൂടി അങ്ങ് ഒറ്റ എത്തിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അഡ്ജസ്റ്റ്മെന്റാ. ആ കട്ടിലില്ലേ, എത്ര കാലം ഏട്ടനോടൊന്ന് മാറ്റാൻ പറഞ്ഞു, ഇടങ്ങി കിടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് അതുപോലും ഒന്നും മാറ്റുന്നില്ല. എന്റെ മോളെ, ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ. ഇതിപ്പോ ഇവിടെ നിങ്ങളുടെ കല്യാണം കഴിച്ച് പോയ ശേഷമാണ് ഞാൻ കട്ടിലിൽ കിടക്കുന്നത്. അതുവരെ ഞാനും അച്ഛൻ താഴെയല്ലേ പായി മുറിച്ച് കിടക്കുന്നത്. എന്നാ അത് പോട്ടെ, ആ ഡൈനിങ് ടേബിളിലുള്ള വെറും 2 ചെയറാണ് എടുത്ത്. എന്റെ കുടുംബക്കാർ 7 പേരും ഒറ്റയടിക്കൊണ്ട് വന്ന് ഒരുമിച്ച് കയറിയത്. ഈ 2 ചെയറിൽ എങ്ങനെയാണ് അവർ എടുത്തത്? അതും വിലക്കുറവിൽ കിട്ടിയത് കൊണ്ട് മാത്രം വാങ്ങിയിട്ടത് 250 രൂപന്റെ ചെയർ. ഞാൻ ഒരു 5 വാങ്ങിയിടാൻ വേണ്ടിട്ട് കേക്കണ്ടേ? മനുഷ്യന് നാണക്കേടായി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അവരോട് പറയാം, മക്കളെടുത്ത് മടിയിൽ വെച്ചിരിക്കും, കുറച്ച് പേരെ സ്റ്റെയർ കേസിൽ എത്തിയിട്ട് എന്റെ ദൈവമേ അന്ന് ഭക്ഷണം കൊടുത്ത് ഒന്ന് എല്ലാവരും ഒന്ന് തിരിച്ചയക്കാൻ പെട്ടപാട് എനിക്ക് മാത്രമേ അറിയൂ. നീ വെറുതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവനെ കുറ്റം പറഞ്ഞ് നടക്കണ്ട. ഒരു കുടുംബ ജീവിതം പറഞ്ഞൊക്കെ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. അവനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇത് പറഞ്ഞ എനിക്ക്. വേറെ ഒരു കുഴപ്പമില്ല. ഈ അഡ്ജസ്റ്റ്മെന്റിന്റെയും പൈസന്റെയും കാര്യമല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കാനില്ല ഏട്ടന്. നല്ലൊരു സാരി കൊടുത്താലോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒരുങ്ങി ചെന്നാലോ, നീ പുതിയ ഡ്രസ് ഇട്ടതാണോ എന്നാണെന്നൊന്നും എന്റെ മുഖത്ത് നോക്കി ചോദിക്കു പോലില്ല. എന്തിനൊന്ന് കാണുന്ന പോലും. ചിലപ്പോ ഞാൻ വിചാരിക്കും ഇവിടെ വന്ന് കുറച്ച് ദിവസം അങ്ങ് നിന്നാ മതി, അങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കട്ടെ മൂപ്പര്. നീ എത്ര കാലം ഇവിടെ വന്ന് നിൽക്കും? ജീവിതകാലം മുഴുവൻ നിൽക്കാൻ പറ്റുമോ മോളെ? ഈ ഭാര്യ ഭർത്താവ് എത്ര മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോകുക തന്നെയാണ്. ഇപ്പൊ മോളെ എന്റെ കാര്യം നോക്ക്. നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? ആഴ്ചയിൽ 6 ദിവസവും പണിയെടുക്കും. പണി കഴിഞ്ഞാൽ ടിവിന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ രാത്രി ചോറ് കഴിച്ച് അങ്ങ് കിടക്കും. ഞായറാഴ്ച ഒരു ലീവ്. അന്നേരം ഇത്തിരി മിണ്ടിയും പറഞ്ഞിരിക്കാൻ പറഞ്ഞാൽ അന്ന് പോയി മൂപ്പര് ചെറിയൊരു കുപ്പി വാങ്ങിട്ട് വരും. അത് കുടിച്ചെങ്ങാണ്ട് ഒറ്റ ഇരിപ്പാണ്. പിന്നെ ഒരക്ഷരം. എന്റെ മോളെ, ഞാൻ എത്ര ഡോക്ടർമാരെ കാണിച്ച്, എത്ര പണിക്കന്മാരുടെ അടുത്ത് പോയി. അവരൊക്കെ എന്താ പറയുന്നത്? ചേച്ചി 6 ദിവസം അയാൾ പണിക്ക് പോകുന്നില്ലേ, 7ാമത്തെ ദിവസമല്ലേ കുടിക്കുന്നത്. അന്ന് കുടിച്ച കമാനൊരക്ഷരം മിണ്ടുന്നില്ല. അത് നിങ്ങളുടെ ഭാഗ്യല്ലേ എന്നാണ് അവര് ചോദിക്കുന്നത്. ഞാൻ എന്താ പറയുന്നത്? എവിടെയെല്ലാം ഞായറാഴ്ച ലീവ് എടുത്ത് പോകാൻ കിടക്കണ്, എന്തെല്ലാം കാര്യങ്ങൾ സംസാരം കിടക്കണ്. ഈ കുടിച്ചും കണ്ടി കിടന്ന ആളിനെ കൊണ്ട് എന്ത് മിണ്ടാനാ? അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നില്ലേ മോളെ? എന്റെ കർമ്മം വല്ലാണ്ട് ഞാൻ ആരോട് പറയാനാ? അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ജീവിതം എന്ന് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണെന്നാണോ? ആ മോളെ, കുടുംബം പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. മോളിരിക്കുക, അമ്മ ചായ എടുത്തിട്ട് വരാം.